ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡൈൻ മാജിക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഗോബി 65 ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ബാറ്റർ തയ്യാറാക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യുന്നുണ്ട്. അതിലോട്ട് ഒരല്പം ഉപ്പും അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി ഒന്ന് ബോയിലായി വരുന്ന സമയത്ത് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ബോയിൽ ചെയ്യണം നല്ലതുപോലെ. അങ്ങനെ ബോയിൽ ചെയ്തതിന് ശേഷം ഞാൻ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറാണിത്. ഇനി ഇതിലോട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായി ആദ്യം ഞാനിവിടെ 1 കപ്പ് മൈദയാണ് ആഡ് ചെയ്യുന്നത്. 1 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 കപ്പ് അരിപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോറിൻ്റെയും അരിപ്പൊടിയുടെയും റേഷ്യോ എപ്പോഴും ഈക്വൽ ആവാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിലോട്ട് ആവശ്യമായ ബാക്കി പൗഡറുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ ആദ്യം ചേർക്കുന്നത് 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 നുള്ള് കായം പൊടി കൂടെ ചേർക്കാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്താണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരല്പം മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരല്പം കറിവേപ്പില കൂടെ ചോപ്പ് ചെയ്തത് നമുക്ക് ചേർക്കാം. അടുത്തതായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഈ ബാറ്ററിലോട്ട് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലെമൺ ജ്യൂസിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഒരല്പം പുളി മുന്നിട്ട് നിൽക്കുന്നതാണ് ആ ഒരു ഗോബി 65ൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെയോ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് അല്പമായി വെള്ളം ചേർത്തതിന് ശേഷം ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കുകയാണ്. ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്ററും അല്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയും അല്ല നമുക്ക് വേണ്ടത്. ഒരു സെമി തിക്നെസ്സാണ് നമുക്ക് ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ച് തന്നെ ചേർക്കണം. ഒരു സെമി തിക്കായിട്ടുള്ള ബാറ്ററാണ്. കണ്ടല്ലോ, നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ കോളിഫ്ലവർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ബാറ്ററിലോട്ട് കോളിഫ്ലവർ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ബാറ്റർ ഒന്ന് എത്തുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നാലേ ആ കോളിഫ്ലവറിലോട്ട് ആ ബാറ്റർ നന്നായി പിടിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിതൊരു 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഞാനിവിടെ എണ്ണ ചൂടാക്കുന്നുണ്ട്. പാനിലോട്ട് നമുക്ക് ഓരോരോ കോളിഫ്ലവറായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. കണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവർ കൂടെ വറുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള നമ്മളുടെ ഗോബി 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.